മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് കെ.ടി. ജലീൽ പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. കെ.ടി. ജലീൽ ഫേസ്ബുക്കിലൂടെ ഇട്ട കുറിപ്പ് യഥാർത്ഥത്തിൽ ഒരു ജില്ലയെയും ഒരു ജില്ലയിലെ ജനങ്ങളെയും അപമാനിക്കുന്നതിന് തുല്യമാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. എനിക്ക് എന്തുകൊണ്ടാണ് ജലീൽ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നത് മലപ്പുറം ജില്ലയിൽ മാത്രമാണോ? രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒട്ടനവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതൊക്കെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെയോ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെയോ മേലിൽ ചാർത്തുന്ന ഒരു പ്രവണത മുമ്പുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, മലപ്പുറത്ത് മാത്രമാണോ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത്? കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത് ആരാണ്? അത് കരിപ്പൂരിലാണോ? അതുപോലെ തന്നെ ഒരു IAS ഉദ്യോഗസ്ഥൻ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പേരിൽ ജയിലിൽ കിടന്ന സാഹചര്യമുണ്ടായി. അത് ഏതെങ്കിലും മലപ്പുറം ജില്ലയിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളാണോ കിടന്നത്? അപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു, മലപ്പുറത്തും നടക്കുന്നുണ്ടാവാം. പക്ഷെ അതിന്റെ പേരിൽ മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് കെ.ടി. ജലീൽ പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അതോടൊപ്പം തന്നെ കള്ളക്കടത്ത് തടയേണ്ട ഉത്തരവാദിത്വം മതമേലധ്യക്ഷന്മാർക്കാണോ? എന്താണ് ഇതിന്റെ അർത്ഥം? ഇന്ത്യ രാജ്യത്തൊരു നിയമമുണ്ട്. ആ നിയമം വേണ്ട രീതിയിൽ നടപ്പാക്കി കഴിഞ്ഞാൽ കള്ളക്കടത്ത് തടയാൻ പറ്റും. അത് തടയുന്നതിലാണ് ഇവിടെ പരാജയം സംഭവിച്ചതെന്ന് പറയുന്നത്. കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാനാണ് ഇന്ന് യഥാർത്ഥത്തിൽ കെ.ടി. ജലീൽ പറയുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് തടയേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ കള്ളക്കടത്ത് നടത്തുന്നു എന്നാണ് ഭരണകക്ഷിയിൽപ്പെട്ട MLA പറയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നിയമം മൂലം തടയുന്നതിന് പകരം മതവിധി ഇറക്കണമെന്ന് പറഞ്ഞ് എന്തർത്ഥമാണുള്ളത്? പിന്നെ അങ്ങനെയാണെങ്കിൽ മതവിധി ഇറക്കേണ്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാത്രമാണോ? എല്ലാ മതത്തിൽപ്പെട്ടവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? അവരൊക്കെ മതവിധി നടത്തേണ്ടേ? അപ്പോ മതവിധി നടത്തേണ്ട ഉത്തരവാദിത്തമല്ല ഇത്തരം കാര്യങ്ങൾ മതമേലധ്യക്ഷന്മാർക്കുള്ളത്. ഇത്തരം കാര്യങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും അവരെ കർശനമായി നേരിടുകയാണ് വേണ്ടത്. അത് പരാജയപ്പെടുമ്പോൾ അതായത് മറ്റു കാരണങ്ങൾ പറഞ്ഞ് മതമേലധ്യക്ഷന്മാർ ഇത് ചെയ്യണം, ബഹുമാനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മതവിധി നടത്തണം എന്നൊക്കെ പറയുന്നത് മലപ്പുറം ജില്ലയെയും പ്രത്യേകിച്ച് ഈ ജില്ലയിൽ മുസ്ലിം സമൂഹത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. യഥാർത്ഥത്തിൽ ജലീല് ഈ ജില്ലയോടും ഈ ജില്ലയിലെ ജനങ്ങളോടും അദ്ദേഹത്തിന് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം നടത്തിയ ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയുവാൻ തയ്യാറാവണം. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.